ഇന്ത്യ മുന്നണിയെയും രാഹുലിനെയും വേണ്ട രീതിയിൽ പരിഹസിച്ചും വിമർശിച്ചുമാണ് മമതാ ബാനർജി എത്തിയിരിക്കുന്നത്. ന്യായ് യാത്ര ബംഗാളിലെ പര്യടനം പൂർത്തിയാക്കാനിരിക്കെയാണ് മമതയുടെ പരിഹാസമെന്നതും ശ്രദ്ധേയമായി. കോൺഗ്രസ് CPM സഖ്യം BJPയെ സഹായിക്കലാണെന്നും ഇടയ്ക്ക് വന്നു പോകുന്ന ഒന്നു മാത്രമാണ് രാഹുൽ ഗാന്ധി എന്നുമായിരുന്നു മമതാ ബാനർജിയുടെ പരിഹാസം. എന്നാൽ ഉടൻ വന്നു കോൺഗ്രസിന്റെ മറുപടി. മമതയുടെ പ്രതികരണം BJPയുമായി മൗനധാരണയുള്ളതിനാലാണ് എന്നായിരുന്നു കോൺഗ്രസിന്റെ ഉരുളക്കുപ്പേരി പോലുള്ള മറുപടി. നിലവിൽ ഇന്ത്യ മുന്നണിയെ വിമർശിക്കുന്ന മമതയുടെ ഇരട്ടത്താപ്പ് ജനം മനസ്സിലാക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് സൗമ്യ റോയ് പറഞ്ഞു. തൃണമൂലും BJPയും സഖ്യകക്ഷികളാണെന്ന് CPMും പ്രതികരിച്ചു. ന്യായ് യാത്ര ഇന്ന് ജാർഖണ്ഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനിടയിൽ ഹേമന്ത് സോറന്റെ അറസ്റ്റ് കോൺഗ്രസിനെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി സഞ്ചരിച്ചിരുന്ന കാറിന്റെ പുറകിലെ ചില്ലുകൾ ഇന്നലെ തകർന്നതിനാൽ തുറന്ന ജീപ്പിലായിരുന്നു ബംഗാളിലെ മുർഷിദാബാദിലൂടെയുള്ള യാത്ര. ഈ സംഭവ വികാസങ്ങൾക്കിടയിലാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിമർശനമെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ബീഹാർ ബംഗാൾ അതിർത്തിയിലാണ് ആക്രമണം നടന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കാറിന്റെ ചില്ലുകൾ തകർന്നു. ആ സമയത്ത് രാഹുൽ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് നേതാക്കൾ പറഞ്ഞത്. വലിയ സുരക്ഷാ വീഴ്ചയെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു. പുറകിൽ നിന്നാണ് കല്ലെറിഞ്ഞതെന്ന് അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞു. ബംഗാൾ പോലീസിന് സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും ചൗധരി തുറന്നടിച്ചിരുന്നു. അധിർ രഞ്ജൻ തരം താണ രാഷ്ട്രീയം കളിക്കുകയാണെന്നും BJPക്കെതിരെ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് തൃണമൂലും ചോദിച്ചു. അതേസമയം സീറ്റ് വിഭജനം തകർത്തത് കോൺഗ്രസ് ആണെന്നും BJPയെ നേരിടാൻ കഴിയുന്ന പാർട്ടി തൃണമൂലാണെന്നും മാൾഡയിലെ പദയാത്രയിൽ മമതാ ബാനർജി ആരോപിച്ചിരുന്നു. ആരോപണങ്ങളിൽ മിതത്വം പാലിച്ചാണ് കോൺഗ്രസിന്റെ പ്രതികരണങ്ങൾ എല്ലാം. ബംഗാളിലേക്ക് കടന്ന ന്യായ് യാത്രയ്ക്ക് മാൾഡയിലും മുർഷിദാബാദിലും പൊതുസമ്മേളനത്തിലും ബർഹാംപൂരിൽ രാത്രി താമസത്തിനും ബംഗാൾ സർക്കാർ അനുമതി നിഷേധിച്ചതും വാർത്തയായിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര രാഷ്ട്രീയമായി കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ വ്യത്യസ്തമായ തീരുമാനമാണുള്ളത്. യാത്ര നടത്താൻ രാഹുൽ തീരുമാനിച്ച സമയം ശരിയല്ലെന്ന വാദമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപേ ഇന്ത്യ മുന്നണിയെ പരമാവധി തളർത്താൻ BJP ശ്രമിക്കുമ്പോൾ അതിനെതിരായ പോരാട്ടം നയിക്കാതെ ഊർജവും ശ്രദ്ധയുമെല്ലാം യാത്രയിൽ കേന്ദ്രീകരിക്കുകയാണ് കോൺഗ്രസ്. സംഘടനാ തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന യാത്ര ഏതാനും മാസം മുൻപെങ്കിലും നടത്തേണ്ടിയിരുന്നുവെന്നും തെരഞ്ഞെടുപ്പിലെ സഖ്യങ്ങൾ, സ്ഥാനാർത്ഥി നിർണയം, തന്ത്രരൂപീകരണം എന്നിവയടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക ഇടപെടലുകൾ നടത്താൻ ഡൽഹിയിൽ നിൽക്കേണ്ട സമയത്ത് രാഹുൽ രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലൂടെ ബസ് യാത്ര നടത്തുന്നത് കോൺഗ്രസിന് രാഷ്ട്രീയമായി ദോഷം ചെയ്യുമെന്നും ഇവർ പറയുന്നുണ്ട്. ബീഹാറിൽ നിതീഷ് കുമാർ മറുകണ്ഠം ചാടിയതും ബംഗാളിൽ മമതാ ബാനർജി ഇടഞ്ഞതും ഉത്തർപ്രദേശിലെ സീറ്റ് വിഭജന തർക്കവുമടക്കം പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയെ പ്രതികൂലമായി ബാധിച്ച ഒട്ടേറെ വിഷയങ്ങളിൽ ഫലപ്രദമായി ഇടപെടാൻ യാത്രയിലെ തിരക്കുമൂലം രാഹുലിന് സാധിച്ചില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ യാത്ര ഇടയ്ക്കുവെച്ച് നിർത്തേണ്ടി വരുമോ എന്ന ആശങ്കയും ഇന്ന് പാർട്ടിക്കുണ്ട്.